പ്രതിപക്ഷ നേതാവ് ആരാകും എന്നും ആകാംക്ഷയുണ്ട്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾ പോളിറ്റ് ബ്യൂറോയിൽ നടക്കാൻ പോവുകയാണ്. വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും തീരുമാനം. പ്രായപരിധിയുടെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന ചർച്ച പരിഗണിക്കേണ്ടി വരുമെന്നാണ് യോഗത്തിൽ ഉയർന്ന അഭിപ്രായം. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നിരയിൽ ഇരുന്നു കൊണ്ടും നയിക്കുമോ എന്നാണ് അറിയേണ്ടത്. അദ്ദേഹം ഇല്ലെങ്കിൽ മാത്രം KN ബാലഗോപാലിലേക്ക് എത്തും എന്നുകൂടി അറിയുന്നു. ഇദ്ദേഹം ഇപ്പോൾ സന്നദ്ധനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ഇനിത് അങ്ങനെ തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഇന്നലെ ദില്ലിയിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ളതായിരുന്നു കേന്ദ്രീകരിച്ച ചർച്ചകൾ നടക്കുന്നതെങ്കിൽ ഇന്നിപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ഒരു ചോദ്യം അതിൽ ആകാംക്ഷയെ തുടരുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം അടക്കമുള്ള കാര്യത്തിലേക്കുള്ള ചർച്ച അല്പസമയത്തിനകം തന്നെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഉച്ചയൂണിനായിട്ടാണ് PB പിരിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രായപരിധി ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു വിഷയമായിട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. 75 വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നത് PB ഒന്നാകെ എടുത്ത തീരുമാനമായിരുന്നു. പക്ഷേ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് പിണറായി വിജയന് മാത്രം ഒരു എക്സെപ്ഷൻ നൽകിയത്. അത് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ തുടരും എന്ന് തന്നെയാണ് പോളിറ്റ് ബ്യൂറോ യോഗം അടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വാഭാവികമായിട്ടും പിണറായി വിജയനിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തോൽവിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്ത ഈ മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അടുത്ത പേരുകാരായിട്ടുള്ള KN ബാലഗോപാലിലേക്കും സജി ചെറിയാനിലേക്കുമൊക്കെ ചർച്ചകൾ നീങ്ങുക. പക്ഷേ എന്തായാലും പോളിറ്റ് ബ്യൂറോ യോഗത്തിന് അകത്ത് ഈ സജീവമായിട്ട് ചർച്ചകൾ നടക്കും. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കാം അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. 2006 ഒരു കാര്യമാണ് എടുത്തു കാണിക്കുന്നത്. 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നു. 2011 പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും VS അച്യുതാനന്ദൻ വരുന്നു. ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകുമോ എന്നതാണ് ഏതായാലും മുഖ്യമന്ത്രിയോട് ഇന്ന് പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സെക്രട്ടറി പറയും എന്നാണ്, സെക്രട്ടറിയോട് ചോദിക്കൂ എന്നാണ്, അതാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞത്.